Today's our topic is about tuning fork test. How to conduct a tuning fork test. കേൾവിക്കുറവിനെ വിശദമായി മനസ്സിലാക്കുന്നതിനായി ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് എങ്ങനെ പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്. ആദ്യമായി എന്തിനാണ് ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. വിവിധ തരം കേൾവിക്കുറവുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കുന്നത്. അതായത് കേൾവിക്കുറവുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ കേൾവിക്കുറവിന്റെ തീവ്രത മനസ്സിലാക്കാൻ, സിവിയറിറ്റി ഓഫ് ഹിയറിംഗ് ലോസ് മനസ്സിലാക്കാൻ നമ്മളെ ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് സഹായിക്കുന്നില്ല. പകരം കേൾവിക്കുറവിന്റെ തരം അല്ലെ വിവിധ തരം കേൾവിക്കുറവുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾക്ക് ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ഉപയോഗിക്കാം. ഏത് തരം കേൾവിക്കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിക്കാം. പ്രധാനമായും 512 ഹെർട്സും 256 ഹെർട്സും ഫ്രീക്വൻസിയുള്ള ട്യൂണിംഗ് ഫോർക്കുകളാണ് ഈ ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ചെയ്യാൻ പ്രധാനമായും നമ്മൾ സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ഇത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിനെയും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. എന്താണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്, എന്താണ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നുള്ളത് നോക്കാം. കേൾവിക്കുറവിനെ 3ആയി തരംതിരിക്കാം. അതിന്റെ മെയിനായി അല്ലെങ്കിൽ പ്രധാനമായും 3ആയിട്ട് തരംതിരിക്കാം. അതിൽ ആദ്യത്തേതാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറഞ്ഞാൽ ബാഹ്യകർണത്തിനോ മധ്യകർണത്തിനോ വരുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. ഹിയറിംഗ് ലോസ് occurring because of the disorders in external ear and middle ear. അതായത് എക്സ്റ്റേണൽ ഇയറിലും മിഡിൽ ഇയറിലും വരുന്ന തകരാറ് മൂലം ഉണ്ടാകുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അടുത്തതായി സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. ഇന്നർ ഇയറിന് ബാധിക്കുന്ന അസുഖങ്ങൾ കാരണം ഉണ്ടാകുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതായത് ആന്തരിക കർണത്തിൽ ഉണ്ടാകുന്ന തകരാറുകൾ അല്ലെങ്കിൽ അസുഖങ്ങൾ മൂലം ഉണ്ടാകുന്ന കേൾവിക്കുറവിനെയാണ് നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പാണ് മിക്സഡ് ഹിയറിംഗ് ലോസ്. ഒരേ സമയം ഒരാളിൽ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസും വരുന്ന അവസ്ഥയെയാണ് നമ്മൾ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അതിന്റെ പേരിൽ തന്നെ ഉള്ളതുപോലെ മിക്സഡ് ഹിയറിംഗ് ലോസ് ആണ്. അതായത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിന്റെയും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിന്റെയും ഒരു മിക്സ് ആണ് നമ്മളുടെ മിക്സഡ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ട്യൂണിംഗ് ഫോർക്ക് പ്രധാനമായും ഉപയോഗിക്കുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിനെയും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനെയും തമ്മിൽ വേർതിരിച്ചറിയാൻ വേണ്ടിയാണ്. അപ്പോൾ വിവിധ തരം ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്, ലഭ്യമാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് റിന്നേസ് ടെസ്റ്റ്, രണ്ടാമത്തേതാണ് വെബർ ടെസ്റ്റ്, മൂന്നാമത്തേതാണ് ABC ടെസ്റ്റ്. ഈ 3 ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റിന്നേസ് ടെസ്റ്റ്, വെബർ ടെസ്റ്റ്, ABC ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായും ചെയ്യുന്നത് എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുക എന്നുള്ളത്. അതായത് റിന്നേസ് ടെസ്റ്റിൽ ആദ്യമായി നമുക്ക് റിന്നേസ് ടെസ്റ്റ് നോക്കാം. റിന്നേസ് ടെസ്റ്റിൽ പ്രധാനമായും നോക്കുന്നത് നമ്മൾ എയർ കണ്ടക്ഷൻ ടെസ്റ്റിങ്ങും ബോൺ കണ്ടക്ഷൻ ടെസ്റ്റിങ്ങും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. എന്താണ് എയർ കണ്ടക്ഷൻ ഹിയറിംഗ്, എന്താണ് ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. എയർ കണ്ടക്ഷൻ ഹിയറിംഗും ബോൺ കണ്ടക്ഷൻ ഹിയറിംഗും തമ്മിൽ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ താരതമ്യപ്പെടുത്തി അതിൽ നിന്നും ഏത് തരം കേൾവിക്കുറവാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് റിന്നേസ് ടെസ്റ്റിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ആദ്യമായി നമ്മൾ ചെയ്യുന്നത് ഒരു റബ്ബർ ഹാമർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. വൈബ്രേറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് ആദ്യമായി നമ്മൾ നമ്മുടെ മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ മുകളിൽ വെക്കും. മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ മുകളിൽ, അത് നമ്മുടെ ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ ഫുഡ് പീസ് എന്ന് പറയുന്ന ഈ ഒരു ബേസ് ഏരിയയാണ് നമ്മൾ എവിടെ വെക്കുന്നത്, മാസ്റ്റോയിഡ് പ്രോസസ്സിൽ വെക്കുന്നത്. മാസ്റ്റോയിഡ് ബോണിന്റെ പ്രോമിനന്റ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ മാസ്റ്റോയിഡ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ മാസ്റ്റോയിഡ് പ്രോസസ്സിലാണ് നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫുഡ് പീസ് വെക്കുന്നത്. അതായത് നമ്മൾ വൈബ്രേറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്കിന്റെ
ഫുഡ് പീസ് നമ്മളുടെ മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ മുകളിൽ വെക്കുന്നു. അതിനുശേഷം ഈ മാസ്റ്റോയിഡ് പ്രോസസ്സിൽ വെച്ചതിന് ശേഷം കേൾവി നിൽക്കുന്നത് ശേഷം, അതായത് രോഗി പറയാണ് ഞാൻ കേൾക്കുന്നത് നിന്നു അല്ലെങ്കിൽ കേൾവി നിന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മളുടെ പിന്നയുടെ മുന്നിലേക്ക് വെക്കുക. അതായത് ഇൻ ഫ്രണ്ട് ഓഫ് ദി പിന്നയുടെ അല്ലെങ്കിൽ ഓറിക്കലിന്റെ മുന്നിലേക്ക് വെക്കുക. എന്നിട്ട് പേഷ്യന്റിനോട് ചോദിക്കുക കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ട് പേഷ്യന്റിനോട് പറയുക. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. ആദ്യം ഒന്ന് ഞാൻ കാണിക്കാം. ആദ്യം നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് റബ്ബർ ഹാമറോ ഇല്ലെങ്കിൽ നമ്മൾ എൽബോയിൽ വെച്ചിട്ട് സ്ട്രൈക്ക് ചെയ്താലും മതി. ഉത്തേജിപ്പിച്ച ട്യൂണിംഗ് ഫോർക്കിന്റെ ഫുഡ് പീസ് നമ്മൾ മാസ്റ്റോയിഡ് പ്രോസസ്സിൽ വെക്കുന്നു. മാസ്റ്റോയിഡ് പ്രോസസ്സിൽ വെച്ചിട്ട് രോഗി കേൾക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഈ പ്രോങ്സ് മുന്നിലെ ഫ്രണ്ട് ഭാഗം നമ്മളുടെ പിന്നയുടെ ഫ്രണ്ടിലും വെക്കുക. ഇത്രയാണ് ഇതിന്റെ പ്രൊസീജിയറിൽ പറയുന്നത്. അതായത് ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുന്നു, ഫുഡ് പീസ് നമ്മൾ മാസ്റ്റോയിഡിൽ വെക്കുന്നു, അത് രോഗി കേൾക്കുന്നത് നിന്ന് കഴിഞ്ഞാൽ അത് ആ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ ഇയർ കനാലിൽ മീൻസ് പിന്നയുടെ ഫ്രണ്ടിൽ വെക്കുന്നു, മുൻഭാഗത്ത് വെക്കുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നോക്കാം. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമ്മൾക്ക് കേൾവിക്കുറവിനെ മനസ്സിലാക്കാം, ഏത് തരം കേൾവിക്കുറവാണ് എന്നുള്ളത് മനസ്സിലാക്കാം എന്നുള്ളത് നോക്കാം. ആദ്യമായി ഇത് ഞാൻ പറഞ്ഞു എയർ കണ്ടക്ഷനും നോൺ കണ്ടക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്, താരതമ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് രോഗി പറയുന്നത് ഇവിടെ കൂടുതൽ കേൾക്കുകയും ഈ എയർ കണ്ടക്ഷൻ കുറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നാണ്. നോർമൽ ഹിയറിംഗ് ഉള്ള ആൾക്കും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ഉള്ള ആൾക്കും കൂടുതൽ കേൾക്കുക ഈ പിന്നയുടെ മുന്നിൽ ഈ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോഴാണ് കൂടുതൽ കേൾക്കുന്നത്. ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള രോഗികളിൽ നമ്മൾ മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ മേലെ ഈ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോഴാണ് കൂടുതൽ കേൾക്കുന്നത്. ഓക്കെ, കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ മാസ്റ്റോയിഡ് പ്രോസസ്സിന്റെ മുകളിൽ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോഴാണ് കൂടുതൽ കേൾക്കുന്നത്. നേരെ മറിച്ച് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിലും നോർമൽ ഹിയറിംഗിലും നമ്മൾ പിന്നയുടെ മുന്നിൽ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോഴാണ് അവർ കൂടുതൽ കേൾക്കുന്നത്. ഇത്രയാണ് നമ്മളുടെ ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റിന്റെ റിന്നേഴ്സ് ടെസ്റ്റിന്റെ ഇന്റർപ്രിട്ടേഷനിൽ വരുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് വെബർ ടെസ്റ്റ് ആണ്. വെബർ ടെസ്റ്റിനെ നമ്മൾ ടെസ്റ്റ് ഓഫ് ലാറ്ററലൈസേഷൻ എന്നും കൂടെ പറയും. അപ്പൊ ഈ ടെസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ ട്യൂണിംഗ് ഫോർക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സൈറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോർക്ക് നമ്മളുടെ ഫോർഹെഡ് എന്ന് പറഞ്ഞാൽ നെറ്റിയിൽ വയ്ക്കുന്നു. നെറ്റിയിൽ വെച്ച ശേഷം നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുന്നു, രോഗിയോട് ചോദിക്കുന്നു ഏത് ചെവിയിലാണ് കേൾക്കുന്നത്, ഇല്ലെങ്കിൽ എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്. അതായത് ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്താൽ ട്യൂണിംഗ് ഫോർക്ക് ഒരു തരംഗം പ്രൊഡ്യൂസ് ചെയ്യും, അതായത് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യും. ആ ട്യൂണിംഗ് ഫോർക്കിനെ നമ്മൾ ഫോർഹെഡിൽ വെക്കുന്നു. എന്നിട്ട് പേഷ്യന്റിനോട് ചോദിക്കുന്നു എവിടെയാണ് ഈ ശബ്ദം കേൾക്കുന്നത്, വലത്തെ ചെവിയിലാണോ ഇടത്തെ ചെവിയിലാണോ അല്ലെങ്കിൽ രണ്ട് ചെവിയിലും കേൾക്കുന്നുണ്ടോ. രണ്ട് ചെവിയും കേൾക്കുന്നതാണെങ്കിൽ അവർക്ക് സൗണ്ട് സെൻട്രലൈസ്ഡ് ആവും. സെൻട്രലൈസ്ഡ് പറഞ്ഞാൽ നമ്മുടെ നടുക്കുന്ന് കേൾക്കുന്ന പോലെ തോന്നും. ഒരു രണ്ട് ചെവിയിലും മാറി കേൾക്കാതെ ഈ സെൻട്രലിൽ നിന്ന് നടുക്കുന്ന് കേൾക്കുന്നത് പോലെ, മിഡ് ലൈനിൽ നിന്ന് കേൾക്കുന്നത് പോലെ തോന്നും. അതിനെയാണ് സെൻട്രലൈസ്ഡ് എന്ന് പറയാം, വെബർ സെൻട്രലൈസ്ഡ്. വലത്തെ ചെവിയിലേക്കാണ് മാറി കേൾക്കുന്നതെങ്കിൽ വെബർ ടെസ്റ്റ് ലാറ്ററലൈസ്ഡ് ടു റൈറ്റ് ഇയർ എന്ന് പറയും. ഇടത്തെ ചെവിയിലേക്കാണെങ്കിൽ വെബർ ഈസ് ലാറ്ററലൈസ്ഡ് ടു ലെഫ്റ്റ് ഇയർ എന്ന് പറയും. അതായത് ലെഫ്റ്റ് ഇയറിലാണ് കേൾക്കുന്നതെങ്കിൽ വെബർ ഈസ് ലാറ്ററലൈസ്ഡ് ടു ലെഫ്റ്റ് ഇയർ. റൈറ്റ് ഇയറിലാണെങ്കിൽ വെബർ ഈസ് ലാറ്ററലൈസ്ഡ് ടു റൈറ്റ് ഇയർ എന്ന് പറയും. ഇവിടെ നോക്കേണ്ടത് എങ്ങനെ വെബർ ടെസ്റ്റ് ഉപയോഗിച്ച് ഇനി നമുക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിനെയും സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസിനെയും തമ്മിൽ വേർതിരിക്കാം എന്നുള്ളതാണ്. ഒരു കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിൽ വരുന്നതെങ്കിൽ ആളുടെ ഏത് ചെവിയിലാണോ ഈ കേൾവിക്കുറവ് അനുഭവപ്പെടുന്നത് ആ ചെവിയിലേക്കാണ് ഈ വെബർ ലാറ്ററലൈസ് ചെയ്യുക. ഈ ശബ്ദം, ഈ ട്യൂണിംഗ് ഫോർക്ക് പുറപ്പെടുവിക്കുന്ന ശബ്ദം, നമ്മളിവിടെ നെറ്റിയിൽ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോൾ ഈ ട്യൂണിംഗ് ഫോർക്ക് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഏത് ചെവിയാണോ ആളുടെ മോശം ചെവി, അല്ലെങ്കിൽ ഏത് ചെവിയിലാണോ ആൾക്ക് കേൾവിക്കുറവുള്ളത് ആ ചെവിയിലേക്കാണ് മാറി കേൾക്കുന്നത്. അത് ഒക്ലൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിന കാരണമാണ് ഇത് സംഭവിക്കുന്നത്. തിയറി ക്ലാസ്സുകളിൽ വിശദമായി തന്നെ നിങ്ങളെ പറഞ്ഞു തരും.
ഇങ്ങനെ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോൾ വെബർ ടെസ്റ്റിൽ ഇങ്ങനെ നമ്മൾ നെറ്റിയിൽ ട്യൂണിംഗ് ഫോർക്ക് വെക്കുമ്പോൾ മോശം ചെവിയിലേക്കാണ്, അല്ലെങ്കിൽ ആ പേഷ്യന്റ് കംപ്ലൈന്റ് പറഞ്ഞ ചെവി, അതായത് ആ പേഷ്യന്റിന് ഈ രോഗാവസ്ഥയുള്ള ചെവി അല്ലെങ്കിൽ കേൾവിക്കുറവുള്ള ചെവിയിലേക്കാണ് ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ രോഗിക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണെന്ന് ആണ്. ഇപ്പൊ എക്സാമ്പിൾ പറയാണ്, എനിക്ക് കേൾവിക്കുറവുണ്ട് എന്ന് വിചാരിക്കാം. എനിക്ക് എൻ്റെ ലെഫ്റ്റ് ഇയറിലാണ് കേൾവിക്കുറവുള്ളതെന്ന് വിചാരിക്കാം. ലെഫ്റ്റ് ഇയർ, ഇതാണ് എൻ്റെ ലെഫ്റ്റ് ഇയർ. എൻ്റെ ലെഫ്റ്റ് ഇയറിലാണ് കേൾവിക്കുറവുള്ളതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് ട്യൂണിംഗ് ഫോർക്ക് ചെയ്യുമ്പോൾ ശബ്ദം എൻ്റെ നെറ്റിയിൽ, ഈ ട്യൂണിംഗ് ഫോർക്ക് എൻ്റെ നെറ്റിയിൽ വെച്ചു. ഇപ്പോൾ എനിക്ക് കേൾക്കുന്നത് എൻ്റെ ലെഫ്റ്റ് ഇയറിൽ തന്നെയാണെങ്കിൽ, എനിക്ക് കേൾവിക്കുറവുള്ള അതേ ചെവിയിൽ തന്നെയാണ് എനിക്ക് കേൾക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ഉണ്ട് എന്നതാണ്. നേരെ മറിച്ച് എനിക്ക് ഈ ചെവിയിൽ കേൾവിക്കുറവുണ്ടെന്ന് വിചാരിക്കാം. ഈ ചെവി നോർമലാണ്, ഈ ചെവിയിൽ കേൾവിക്കുറവുണ്ട്, ഈ ചെവി നോർമലാണെന്ന് വിചാരിക്കാം. ഇപ്പൊ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തു, വെബർ വെച്ചു, എവിടെ ഫോർഹെഡിൽ വെച്ചു. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ നല്ല ചെവിയിലാണെന്ന് വിചാരിക്കാം. ഈ ചെവിയിൽ എനിക്ക് ഓൾറെഡി കേൾവിക്കുറവുണ്ട്, ഇതെന്റെ നല്ല ചെവിയാണ്. ഇപ്പോൾ ഞാൻ കേൾക്കുന്നത് എൻ്റെ ബെറ്റർ ഇയറിലാണ്, അല്ലെങ്കിൽ നല്ല ചെവിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം എനിക്ക് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. അപ്പൊ വെബർ ചെയ്യുമ്പോൾ അത് മീൻസ് പുവർ ഇയറിലാണ്. പുവർ ഇയർ മീൻസ് നമുക്ക് കേൾവിക്കുറവുള്ള ചെവിയിലാണ് കേൾക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണ്. വെബർ ചെയ്യുമ്പോൾ അത് നല്ല ചെവിയിലാണ്, ബെറ്റർ ഇയറിലാണ് കേൾക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. ഇനി നോർമൽ കേൾവിശക്തിയുള്ള ആളിൽ രണ്ട് ചെവിയും ഒരേപോലെ ഈക്വൽ ആയിരിക്കും. അപ്പൊ രണ്ട് ചെവിയും നോർമൽ ആയിട്ടുള്ള ഒരാളിൽ എന്ത് സംഭവിക്കും? നോർമൽ ഹിയറിംഗ് ഉള്ള ഒരാളിൽ നമ്മൾ വെബർ ചെയ്യുമ്പോൾ സെൻട്രലൈസ്ഡ് ആയിട്ടാണ് കേൾക്കുന്നത്. രണ്ട് ചെവിയിൽ ഒരേപോലെ കേൾക്കുമ്പോൾ നടുക്കുന്ന കേൾക്കുന്ന പോലെ തോന്നും. അപ്പൊ നമ്മളിൽ മിക്കവാറും എല്ലാവർക്കും നോർമൽ ഹിയറിംഗ് ആണ്. അപ്പൊ നമ്മളെ ഒരു ട്യൂണിംഗ് ഫോർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൗണ്ട് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക, അതായത് നടുക്കുക. അപ്പൊ വെബർ സെൻട്രലൈസ്ഡ് ആവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നോർമൽ ഹിയറിംഗ് എന്നാണ്. വെബർ ബെറ്റർ ഇയറിലേക്കാണ് ലാറ്ററലൈസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ അർത്ഥം സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ്. വെബർ പുവർ ഇയറിലേക്കാണ് ലാറ്ററലൈസ് ചെയ്യുന്നതെങ്കിൽ അതിനർത്ഥം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നാണ്. ഓക്കെ, ഇത്രയാണ് വെബർ പ്രശ്നത്തെ കുറിച്ച് പറയാനുള്ളത്, വെബർ പ്രശ്ന ഇന്റർപ്രിട്ടേഷൻ. ഇനി അടുത്തത് ABC ടെസ്റ്റ് ആണ്. മൂന്നാമത്തെ ടെസ്റ്റാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള മൂന്നാമത്തെ ടെസ്റ്റാണ് ABC ടെസ്റ്റ്, ആബ്സല്യൂട്ട് ബോൺ കണ്ടക്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ഇതിലും ഒരു കമ്പാരിസൺ ആണ് നടത്തുന്നത്. ഈ കമ്പാരിസൺ നടത്തുന്നത് മറ്റേ റിന്നെ ടെസ്റ്റിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരേ ചെവിയുടെ എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിലാണ്. ഒരേ ചെവിയുടെ എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിലാണ് നമ്മൾ റിന്നേസ് ടെസ്റ്റിൽ എന്ത് ചെയ്യുന്നത്? കമ്പാരിസൺ ചെയ്യുന്നത്. ഇവിടെ ABC ടെസ്റ്റിൽ നടത്തുന്ന കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ടെസ്റ്റർ ഇയറും ടെസ്റ്റിയുടെ ഇയറും, അതായത് പേഷ്യന്റിന്റെ ഹിയറിംഗും നമ്മളുടെ ക്ലിനിഷ്യന്റെ ഹിയറിംഗും തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഇവിടെയും ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുന്നു, പേഷ്യന്റിന്റെ മാസ്റ്റോർഡ് പ്രോസസ്സിൽ വെക്കുന്നു. എന്നിട്ട് പേഷ്യന്റ് പറയേണ്ടത് എപ്പോഴാണോ ഈ ശബ്ദം നിന്നു പോകുന്നത് ആ സമയത്ത് പേഷ്യന്റ് അത് നമ്മളോട് പറയണം. എപ്പോഴാണോ ശബ്ദം നിൽക്കുന്നതെന്ന് പേഷ്യന്റ് നമ്മളോട് പറയണം. അപ്പൊ പേഷ്യന്റ് ശബ്ദം നിന്നു എന്ന് പറയുന്ന ഉടനെ തന്നെ ആ ട്യൂണിംഗ് ഫോർക്ക് എടുത്ത് നമ്മളുടെ ചെവിയിൽ വെക്കുക. നമ്മളുടെ ചെവി എന്ന് ഉദ്ദേശിക്കുന്ന ക്ലിനിഷ്യന്റെ ചെവിയിൽ വെക്കുക, ക്ലിനിഷ്യന്റെ മാസ്റ്റോർഡ് പ്രോസസ്സിൽ വെക്കുക. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. ട്യൂണിംഗ് ഫോർക്ക് എക്സൈറ്റ് ചെയ്യുന്നു, ട്യൂണിംഗ് ഫോർക്ക് പേഷ്യന്റിന്റെ മാസ്റ്റോർഡ് ബോണിൽ വെക്കുന്നു, പ്രോസസ്സിൽ വെക്കുന്നു. പേഷ്യന്റ് ശബ്ദം കേൾക്കുന്നത് നിന്നതിന് ശേഷം ടെസ്റ്ററുടെ, അതായത് ക്ലിനിഷ്യന്റെ ചെവിയുടെ മാസ്റ്റോർഡ് പ്രോസസ്സിൽ മീൻസ് മാസ്റ്റോർഡ് ബോണിൽ ഈ ട്യൂണിംഗ് ഫോർക്കിന്റെ ഫുഡ് പീസ് വെക്കുന്നു. ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ. ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റും ടെസ്റ്ററും, അതായത് ക്ലിനിഷ്യനും പേഷ്യന്റും ഒരേ സമയത്താണ് കേൾക്കുന്നത് നിർത്തുക. പേഷ്യന്റ് കേൾക്കുന്നത് നിന്നതിന് ശേഷം ക്ലിനിഷ്യന്റെ ചെവിയിൽ ഈ ട്യൂണിംഗ് ഫോർക്ക് വയ്ക്കുമ്പോൾ ക്ലിനിഷ്യനും കേൾക്കുന്നില്ലെങ്കിൽ രണ്ടുപേരും കേൾക്കുന്നത് നിന്നെങ്കിൽ അതിനർത്ഥം പേഷ്യന്റിന് നോർമൽ ഹിയറിംഗ് എന്നാണ്, ഹിയറിംഗിന് പ്രോബ്ലം ഒന്നും ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. നേരെ മറിച്ച് പേഷ്യന്റ് കേൾക്കുന്നത് നിൽക്കുകയും ക്ലിനിഷ്യൻ അത് കേൾക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അർത്ഥം അത് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആയിരിക്കുന്നതാണ്. പിന്നെ അടുത്തതായിട്ടുള്ളതാണ് കണ്ടക്റ്റീവ് ഹിയറിംഗ്. കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആണെങ്കിൽ നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് വയ്ക്കുന്ന സമയത്ത് പേഷ്യന്റ് കൂടുതൽ സമയം കേൾക്കുകയും, അതായത് രോഗി കൂടുതൽ സമയം കേൾക്കുകയും ക്ലിനിഷ്യൻ കുറഞ്ഞ സമയം കേൾക്കുകയും ചെയ്യും. ഏത്? ബോൺ കണ്ടക്ഷൻ. ഈ ഒരു കേസിലാണ് നമുക്ക്
കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നത്. കാരണം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ ബോൺ കണ്ടക്ഷൻ സെൻസിറ്റിവിറ്റി കൂടും. കാരണം ഒക്ലൂഷൻ എഫക്ട് എന്ന് പറഞ്ഞ ഫിനോമിനൻ ബോൺ കണ്ടക്ഷൻ മീൻസ് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ കാണപ്പെടുന്നു. അതിനെപ്പറ്റി തിയറി ക്ലാസ്സുകളിൽ നമ്മൾ ഡീറ്റെയിൽ ആയി തന്നെ പ്രതിപാദിക്കും. അപ്പോൾ ഈ ഒക്ലൂഷൻ എഫക്ട് കാരണം കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ ഈ ബോൺ കണ്ടക്ഷൻ സെൻസിറ്റിവിറ്റി കുറച്ച് കൂടുതലായിരിക്കും. നേരെ മറിച്ച് ഈ പേഷ്യന്റ് ഈ ക്ലിനിഷ്യന് അതായത് ടെസ്റ്റ് ചെയ്യുന്ന ആളിന്റെ ഹിയറിംഗ് നോർമൽ ആയിരിക്കണം. ഇപ്പൊ ഈ ABC ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു മിനിമം ഒരു പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ചെയ്യുന്ന ആളുടെ ഹിയറിംഗ് നോർമൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസിൽ ഈ ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് പേഷ്യന്റിൽ കൂടുകയും ക്ലിനിഷ്യനിൽ കുറയുകയും ചെയ്യും. കുറയുകയല്ല, ക്ലിനിഷ്യനിൽ അത് നോർമൽ ആയിരിക്കും. പേഷ്യന്റിന് ഈ ഒക്ലൂഷൻ എഫക്ട് കാരണം കൂടുതൽ സമയം ഈ ബോൺ കണ്ടക്ഷൻ ഹിയറിംഗ് ഉണ്ടാവും. കാരണം അതിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. നേരെ മറിച്ച് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് ആണ് രോഗിക്കുള്ളതെങ്കിൽ രോഗി പെട്ടെന്ന് നിൽക്കും, കേൾക്കുന്നത് പെട്ടെന്ന് നിൽക്കുകയും ഈ ക്ലിനിഷ്യന് കൂടുതൽ സമയം ഈ ശബ്ദം കേൾക്കാൻ സാധിക്കുകയും ചെയ്യും. നോർമൽ ഹിയറിംഗ് ആകുമ്പോൾ രണ്ടുപേരും ഒരേ സമയം തന്നെ ഈ കേൾക്കുന്നത് നിൽക്കും. പേഷ്യന്റും ക്ലിനിഷ്യനും കേൾക്കുന്നത് ഒരേ സമയം തന്നെ നിന്നു പോകും. ഈ ഒരു കണ്ടീഷനാണ് നോർമൽ ഹിയറിംഗിൽ ഉണ്ടാവുക. ഓക്കെ, ഇത്രയാണ് ABC ടെസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്യാം. ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ട്യൂണിംഗ് ഫോർക്ക് ഉപയോഗിച്ച് കേൾവിയുടെ തരം, ഏത് തരം കേൾവിക്കുറവാണെന്ന് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. പ്രധാനമായും 512 ഹേർട്സും 256 ഹേർട്സും ഉള്ള ട്യൂണിംഗ് ഫോർക്കാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ നമുക്ക് കേൾവിക്കുറവിന്റെ തീവ്രത മനസ്സിലാക്കാൻ ഒരിക്കലും ട്യൂണിംഗ് ഫോർക്ക് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. ട്യൂണിംഗ് ഫോർക്കിൽ പ്രധാനമായും 3 ടെസ്റ്റുകളാണുള്ളത്. പ്രധാനമായും അല്ല, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 ടെസ്റ്റുകളാണ്. അതിൽ ആദ്യത്തേതാണ് റിന്നേഴ്സ് ടെസ്റ്റ്. റിന്നേഴ്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ചെവിയുടെ എയർ കണ്ടക്ഷനും ബോൺ കണ്ടക്ഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് റിന്നേഴ്സ് ടെസ്റ്റ്. പിന്നെ അടുത്തതാണ് വെബർ ടെസ്റ്റ്. വെബർ ടെസ്റ്റ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ടെസ്റ്റ് ഓഫ് ലാറ്ററലൈസേഷൻ. അപ്പോൾ ഏത് ചെവിയിലേക്കാണ് ശബ്ദം മാറി കേൾക്കുന്നത് എന്നതിനനുസരിച്ച് നമുക്ക് കേൾവിക്കുറവിന്റെ തരം മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വെബർ ടെസ്റ്റ്. മൂന്നാമത്തെ ടെസ്റ്റാണ് ABC ടെസ്റ്റ്, ആബ്സല്യൂട്ട് ബോൺ കണ്ടക്ഷൻ ടെസ്റ്റ് എന്ന് പറയും. ഇതിൽ ചെയ്യുന്നത് കമ്പാരിസൺ തന്നെയാണ്. അതായത് നമ്മളുടെ ക്ലിനിഷ്യന്റെ കേൾവിയും പിന്നെ ഈ പേഷ്യന്റിന്റെ കേൾവിയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് നമ്മളുടെ ABC ടെസ്റ്റ്. ഇപ്പം ഇങ്ങനെ 3 ടെസ്റ്റുകളാണ് ഉള്ളത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഈ പ്രാക്ടിക്കൽ ഒന്ന് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കണം. ഇതിന്റെ ചെയ്യുന്നതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് സ്വയം ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ഹിയറിംഗോ സ്വയം നിങ്ങൾക്ക് ഇപ്പം ചെയ്യാൻ പറ്റില്ല. തീർച്ചയായും നിങ്ങൾ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്ത് നോക്കുക. ട്യൂണിംഗ് ഫോർക്ക് വേണം ചെയ്യാൻ വേണ്ടി. ട്യൂണിംഗ് ഫോർക്ക് കയ്യിലുള്ളവർ ഒന്ന് ഈ ടെസ്റ്റുകളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.